പുതിയ കാലത്തിന്റെ ആസ്വാദന രീതിയിൽ മികവോടെ മുന്നേറുകയാണ് ഹത്തനെ ഉദയ എന്ന സിനിമ. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. പുതിയ കാലത്തിന്റെ ആസ്വാദന രീതിയിൽ മികവോടെ മുന്നേറുകയാണ് ഹത്തനെ ഉദയ എന്ന സിനിമ. നല്ല സിനിമ എന്ന വിലയിരുത്തലിൽ ജനപ്രിയത കൂടുന്ന സിനിമ ആസ്വദിച്ച് കണ്ട് തൃപ്തികരമായ ആസ്വാദനതലത്തെ വിലയിരുത്തുകയാണ് പ്രമുഖ സിനിമാ താരം ജഗദീഷ്. മലയാളത്തിന്റെ പ്രിയതാരം സിനിമ കണ്ട് അണിയറ പ്രവർത്തകരെ അഭിനന്ദിച്ചു. Nice projection, everything okay. Good. Okay. തീർച്ചയായിട്ടും എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഇദ്ദേഹത്തെ പോലുള്ള ഒരു ഫേമസ് ആയിട്ട് ആർട്ടിസ്റ്റ് ഇവിടെ വരികയും കാണുകയും അനുഭവപൂർവ്വമായിട്ട് സഹകരിക്കുകയും സംസാരിക്കുകയും ചെയ്യാവുന്ന വലിയൊരു ഭാഗ്യമറ്റമാണ്. ഞാൻ മനസ്സിൽ തട്ടിപ്പറയാണ്. കാരണം ഇതിപ്പോ മീഡിയയുടെ മുന്നിൽ ഞാൻ പറയുന്നത് സത്യം മാത്രമേ പറയുള്ളൂ. എനിക്ക് വളരെ ഇഷ്ടമായ ഫിലിമാണ് ഇത്. എല്ലാവരും പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ഫിലിമാണ്. ഇതിനകത്തൊരു ടെക്നിക്കൽ ബ്രില്യൻസ് ഉണ്ട്. ഇത് ആദ്യ സംവിധായകന്റെ പടമാണെന്ന് നാട്യധർമ്മി ക്രിയേഷൻസിന്റെ ബാനറിൽ AK കുഞ്ഞിരാമൻ പണിക്കരാണ് സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിച്ചത്. റിലീസ് കേന്ദ്രങ്ങളിൽ ജനശ്രദ്ധയാകർഷിച്ച് ഹത്തനെ ഉദയ വൻ വിജയക്കുതിപ്പിലേക്കാണ് നീങ്ങുന്നത്. ആബാലവൃദ്ധം ജനങ്ങൾ സിനിമ ഏറ്റെടുത്തു കഴിഞ്ഞുവെന്നതിൻ്റെ തെളിവാണ് തിയേറ്ററുകളിലെത്തുന്ന ജനത്തിരക്കെന്ന് എടുത്തു പറയേണ്ടതാണ്. കലാസാഹിത്യകാരന്മാർ ഏകകണ്ഠമായി സിനിമയെ പുകഴ്ത്തുന്ന കാഴ്ചപ്പാടാണ് നവമാധ്യമങ്ങളിലൂടെയും കാണാൻ കഴിയുന്നത്. തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തിയാണ് ഞാൻ സിനിമ കണ്ടതെന്നും നിറഞ്ഞ സംതൃപ്തിയോടെയാണ് സിനിമ കണ്ട് ഇറങ്ങിയതെന്നും ജഗദീഷ് പറഞ്ഞു. അല്ല, പരിവാറിൻ്റെ പ്രൊമോഷൻ സമയത്ത് അതിൽ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച ഷൈനി വിജയൻ എന്നോട് ഈ ഹത്തനെ ഉദയയെക്കുറിച്ച് ഒരുപാട് നല്ല അഭിപ്രായം എന്നോട് പറഞ്ഞിരുന്നു. ഈ സിനിമ ഒന്ന് കാണണമെന്ന് തീർച്ചയായിട്ടും എന്നോട് പറഞ്ഞിരുന്നു. ഇത് കണ്ടപ്പോൾ വളരെ എനിക്കിഷ്ടമായി. വളരെ നല്ലൊരു മൂവിയാണ് ഇത്. കാരണം വെച്ചാൽ ഒരു സോഷ്യൽ മൂവിയിൽ ഇത്രയധികം സസ്പെൻസ് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു മൂവി അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഒരു സോഷ്യൽ മൂവിയിൽ ഇങ്ങനെ ഒരു ത്രില്ലും, കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്ലൈമാക്സും ട്വിസ്റ്റുകളും ഒക്കെ ടേൺസും ഒക്കെ ഒരുപാട്. മാത്രമല്ല ഒരു അടിച്ചമർത്തലിൻ്റെ അതിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥയാണ്. അപ്പോൾ ഇത് ഒരു സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയമാണ്. ഈ മലബാറിൻ്റെ മണ്ണിൽ നിന്നും വിപ്ലവത്തിൻ്റെ മണ്ണിൽ നിന്നും ഈ വിപ്ലവത്തിൻ്റെ തീജ്വാലയാണ്. അതിൻ്റെ ഒരു ഗ്ലോറിഫിക്കേഷനാണ് ഈ ഹത്തനെ ഉദയ എന്ന് പറയുന്ന ചിത്രം. ഇത് തീർച്ചയായിട്ടും ശ്രീ കുഞ്ഞിരാമൻ പണിക്കർ എന്ന സംവിധായകൻ മലയാള സിനിമയ്ക്കൊരു വാഗ്ദാനമാണ്. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ല. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കിംഗ് ആണ് ഇതിന്. ഇത് മലബാർ പ്രദേശത്ത് മാത്രമല്ല, കേരളം മുഴുവൻ ഇതിന് വലിയ ഒരു സ്വീകരണം കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ മനസ്സിൽ തട്ടി പറയാണ്, ദിസ് ഇസ് എ വെരി ബ്രില്യൻറ്റ് എക്സലന്റ് മൂവി. താങ്ക് യു. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.